സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 20-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സംപൂജ്യ സ്വാമി സത്യാനന്ദപുരി മഠാധിപതി, ശാരദ അദ്വൈതാശ്രമം, കോഴിക്കോട്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ്. നമുക്കറിയാം, രാമായണ മാസം എന്നുള്ള ആചരണം വന്നത് നമ്മുടെ സമൂഹത്തിൽ രാമായണ പാരായണവും രാമായണ പഠനമൊക്കെ കുറഞ്ഞു വന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ആചാര്യന്മാർ തന്നെ സ്വീകരിച്ചിട്ടുള്ളൊരു ആചരണമാണ്. കർക്കിടക മാസത്തിലെങ്കിലും രാമായണം നമ്മൾ വായിക്കണം എന്നുള്ളൊരു നിഷ്ഠ വെച്ചു. രാമായണം നമ്മുടെ നിത്യ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നിത്യവും നമ്മൾ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഒക്കെ പഠിക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ എന്ന് വേദത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഉപദേശങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ധർമ്മ പഠനത്തിലൂടെയാണ് നമുക്ക് എങ്ങനെ ജീവിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്, എന്ത് പറയരുത്, എന്ത് പറയണം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആചരണങ്ങൾക്ക്, അറിവിന് ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും, സ്കൂളുകളിൽ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും. ഇനി വീട്ടിലൊന്നും പാരായണം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രാമായണം പാരായണം ചെയ്യണം. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ആ ഒരു ദിവസവും രാമായണം പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. എന്താണ് രാമായണം? രാമായണത്തിലൊരു കുടുംബ ചരിത്രമാണ്. രാമൻ്റെ, സീതയുടെ, ദശരഥൻ്റെ, കൗസല്യയുടെ, കൈകേയിയുടെ, അങ്ങനെ രാമായണത്തിൽ അനേകം ഇതിഹാസ പുരുഷന്മാർ, നമുക്ക് മാതൃകയാക്കേണ്ടവരും മാതൃകയാക്കരുതാത്തവരും ഒക്കെ അവരുടെ ജീവിതമാണ്. ആ ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് രാമായണം വായിക്കണം. രാമൻ്റെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രാമൻ്റെ കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ധാർമ്മികമായിട്ടുള്ള ആചരണത്തെ നിഷ്ഠയോടുകൂടി പാലിക്കാൻ രാമൻ പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഓരോരുത്തരും, സീതയായാലും ഭരതനായാലും ലക്ഷ്മണനായാലും കൗസല്യയായാലും കൈകേയിയായാലും അവരൊക്കെ ധാർമ്മികമായിട്ടുള്ള ആചരണം ചെയ്യാൻ വേണ്ടി നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കും. പക്ഷേ അതിൽ അവർക്ക് പല തടസ്സങ്ങളും നേരിടുന്നു. അവർക്ക് ചില സ്ഥലത്ത് പരാജയപ്പെടുന്നു. എല്ലാവരുമല്ല, ചിലരെങ്കിലും. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ആചരണം സുഗമമായിട്ട് ധർമാചരണം, സത്യം പറയുക, നമ്മുടെ രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ധാർമ്മിക ആചരണങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് പല പല തടസ്സങ്ങളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും.
അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിനൊക്കെ അതിജീവിച്ച് സ്വന്തം ജീവിതത്തിൽ ധാർമ്മിക ആചരണം ചെയ്യുക എന്നുള്ളത് വലിയൊരു തപസ്സാണ്. നമുക്ക് കാണാം, രാമായണത്തിൽ അനേകം മഹർഷിമാർ തപസ് ചെയ്യുന്നത്. കുടുംബജീവിതത്തിൽ തന്നെ തപസ് ചെയ്യുന്നവരുണ്ട്. കാട്ടിൽ പോയി അതിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ട് തപസ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്യന്തികമായിട്ടുള്ള സുഖം, ആനന്ദം, ദുഃഖനിവൃത്തി നേടുക എന്നുള്ളതാണ്. ആ ദുഃഖനിവൃത്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ നമ്മുടെ ആചരണങ്ങളെ, മനസ്സിനെ, വാക്കിനെ, ശരീരത്തെ ഒക്കെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ആ ചിട്ടപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗരേഖ ആണ് നമുക്ക് രാമായണത്തിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാമായണം കേൾക്കുന്നതിലൂടെ നമുക്ക് രാമായണത്തിൻ്റെ മഹിമ മനസ്സിലാവുന്നു. അതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മളെ ആകർഷിക്കുന്നതാണ്. അത്രയും ആദർശധീരന്മാരായിട്ടുള്ള പുരുഷന്മാരും വനിതകളും അവരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് അത് സ്വീകരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, ഏറ്റവും നല്ല മനുഷ്യരായിട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംസ്കാരം, പാഠം, ആചരണം, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു രാമായണത്തിലൂടെ, അതുപോലെ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നു, അതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു മഹിമ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള മഹിമ, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠരായി ഉയരാൻ വേണ്ടിയിട്ടുള്ള മഹിമ, അതൊക്കെയാണ് നമുക്ക് രാമായണം നൽകുന്ന സന്ദേശം. രാമായണം നമുക്ക് നൽകുന്ന ആ ഒരു അനുഗ്രഹം, ആ ഒരു അനുഗ്രഹത്തെ സ്വീകരിച്ച് എല്ലാവർക്കും രാമായണ മഹിമയിലേക്ക്, സ്വന്തം ജീവിത മഹിമയിലേക്ക്, ആനന്ദത്തിലേക്ക് ഉയരാൻ കഴിയട്ടെ. നമസ്കാരം.